2025 കാട്ടുതീ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തമാണെന്ന് ഗവേഷകർ. 2025 വിവിധ രാജ്യങ്ങളിലുണ്ടായ കാട്ടുതീ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തമായി മാറിയെന്ന് ഗവേഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കത്തിനശിച്ച ഭൂമിയുടെ വിസ്തൃതി കുറവാണെങ്കിലും കടുത്ത ഉഷ്ണതരംഗം മൂലം തീ ജനവാസ മേഖലകളെയും വൻ നഗരങ്ങളെയും നേരിട്ട് ബാധിച്ചതായാണ് കണക്കുകൂട്ടുന്നത്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ബേസിനിലുണ്ടായ കാട്ടുതീകൾ മാത്രം വരുത്തിവെച്ച നാശനഷ്ടം $140 ബില്യൺ. ഇത് ലോക ചരിത്രത്തിലെ അഞ്ചാമത്തെ പ്രകൃതി ദുരന്തമായി രേഖപ്പെടുത്തി. 2025 ലോകത്തുണ്ടായ ആകെ പ്രകൃതി ദുരന്ത ഇൻഷുറൻസ് ക്ലെയിമുകളിൽ 38% കാട്ടുതീ മൂലമുള്ളതായിരുന്നു. യുഎസിൽ മാത്രം 18,000-ത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ചാരമായി. യൂറോപ്യൻ ഫോറസ്റ്റ് ഫെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് 25 രാജ്യങ്ങളിലായി 10.7 ലക്ഷം ഹെക്ടർ പ്രദേശം കത്തിയമർന്നു. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗ പ്രതിസന്ധി ഇരട്ടിയായി. കാനഡയിൽ തുടർച്ചയായ മൂന്നാം വർഷവും കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വൻതോതിൽ കാർബൺ പുറന്തള്ളുകയുണ്ടായി. ദക്ഷിണ കൊറിയ, റഷ്യ മുതലായ പ്രമുഖ രാജ്യങ്ങളിലും വൻതോതിൽ കാട്ടുതീ ഉണ്ടായി. 2025 വിവിധ രാജ്യങ്ങളിലുണ്ടായ കാട്ടുതീ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തമായി മാറിയെന്ന് ഗവേഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കത്തിനശിച്ച ഭൂമിയുടെ വിസ്തൃതി കുറവാണെങ്കിലും കടുത്ത ഉഷ്ണതരംഗം മൂലം തീ ജനവാസ മേഖലകളെയും വൻ നഗരങ്ങളെയും നേരിട്ട് ബാധിച്ചതായാണ് കണക്കുകൂട്ടുന്നത്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ബേസിനിലുണ്ടായ കാട്ടുതീകൾ മാത്രം വരുത്തിവെച്ച നാശനഷ്ടം $140 ബില്യൺ. ഇത് ലോക ചരിത്രത്തിലെ അഞ്ചാമത്തെ പ്രകൃതി ദുരന്തമായി രേഖപ്പെടുത്തി. 2025 ലോകത്തുണ്ടായ ആകെ പ്രകൃതി ദുരന്ത ഇൻഷുറൻസ് ക്ലെയിമുകളിൽ 38% കാട്ടുതീ മൂലമുള്ളതായിരുന്നു. യുഎസിൽ മാത്രം 18,000-ത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ചാരമായി. യൂറോപ്യൻ ഫോറസ്റ്റ് ഫെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് 25 രാജ്യങ്ങളിലായി 10.7 ലക്ഷം ഹെക്ടർ പ്രദേശം കത്തിയമർന്നു. സ്പെയിൻ, പോർച്ചുഗൽ